വത്തൽ കിളിമീനൊന്നും ഇല്ല ഇത് പിന്നെ പിന്നെ നമുക്കിത് പൊരിച്ചാലേ ഓക്കെ. നമുക്ക് ആദ്യം നമുക്ക് മുളകും പൊടി ഇടുക. മുളകും പൊടി എനിക്ക് നല്ല ഇഷ്ടമല്ലേ, നല്ല മസാല വേണ്ട എനിക്ക്. മസാല നല്ല ഉണ്ടായിക്കോട്ടെ അല്ലേ, മുളക്. പിന്നെ നമുക്ക് എന്താ കാട്ടണം, മഞ്ഞൾപ്പൊടി ഇതാ, പിന്നെ മഞ്ഞൾ, പിന്നെ നമുക്ക് ചതച്ചതെടുക്കണം. ഫ്രിഡ്ജിൽ ചതച്ചതുണ്ട്, ഫ്രിഡ്ജ് തുറന്നിട്ട് ചതച്ചത് എടുക്കുക. എന്നിട്ട് മസാല കേട്ടോ, സ്പൂൺ എടുക്കട്ടോ കണ്ടോ. ഇങ്ങനെ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതാണത് കേട്ടോ. ഇട്ടിട്ട് ഇനി സുക്ക ലേസം സുക്ക ലേസം ഒഴിച്ച കുറച്ച് ഉപ്പിടണം. സുനോ മസാല കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മസാല കൂട്ടി വെക്കണം. മസാല നല്ലപോലെ മസാല ഇതാക്കുക. എന്നിട്ട് അതിക്ക് മീൻ ചോപ്പുണ്ടാവും. ഇനി നമുക്ക് കാശ്മീർ ചില്ലി വേണമെങ്കിൽ രസം ഉണ്ടല്ലേ, കാശ്മീർ ചില്ലിൻ്റെ പൊടിയുണ്ട്, അത് വേണമെങ്കിൽ രസമല്ല ചോപ്പ് കിട്ടാനേ. അപ്പം നിങ്ങൾക്ക് തിന്നാനേ എരിവ് കയറിയേക്കാരും, എരിവ് അധികം ആയാലേ നിങ്ങളാരും തിന്നൂല. കണ്ടോ, നല്ലോണം മിക്സാക്കിയിട്ട് ഇതിലേക്ക് പിടിച്ചിട്ട് അപ്പോൾ നല്ലതായി. കണ്ടോ, ഈ മസാല കൂട്ടിയ മീന് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പിടിച്ചിട്ട് വെക്കാം. നമുക്ക് ആവശ്യം ഉണ്ടാവും, എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അല്ലേ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് പൊരിച്ചാൽ അല്ലേ. നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചില്ലേ, ആ മീനാണ് കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, ചെറിയ മീനാവുമ്പോഴേ വേഗം പൊരിയാനൊക്കെ. പപ്പാക്ക് ചോറ് കൊടുക്കാൻ, പപ്പാക്ക് പള്ളിക്ക് പോകണം, പള്ളിയിൽ പോകണം കുട്ടിയെ. ഇത് മതിയല്ലേ, മതിയല്ലേ അതിപ്പോൾ പപ്പാക്ക് പോരെ. ഇത് പെട്ടെന്ന് മുരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ 2 വേപ്പിൻ്റെ ഒക്കെ ഇട്ടാലേ ഇതിങ്ങനെ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇട്ട് അല്ലേ. വെളിച്ചെണ്ണയിലാണ് ആട്ടിക്കൊണ്ട വെളിച്ചെണ്ണയിലാകുമ്പോൾ അധികം രസം ഉണ്ടാവും. ചുരിയത്തെ വെളിച്ചെണ്ണ കാട്ടി നമ്മൾ ആട്ടിക്കൊടുന്നാണെങ്കിൽ രസം ഉണ്ടാവും.